ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പണ്ട് ഒരു ഗ്രാമത്തിൽ വളരെ ലളിതമായി ജീവിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവളുടെ ഹൃദയത്തിൽ ഒരുപാട് നന്മയും കരുണയും ഉണ്ടായിരുന്നു. എന്നാൽ അവളുടെ ജീവിതത്തിൽ ഏറ്റവും ദോഷകരമായ അസൂയയുടെ ഒരു ചെറിയ വിത്ത് ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഒരു ദിവസം ക്ഷീണിച്ച അവശനായ ഒരു വൃദ്ധൻ അവളുടെ വീടിന്റെ മുറ്റത്തെത്തിച്ചേർന്നു. അദ്ദേഹത്തിന്റെ ദയനീയമായ അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ അവൾ ഒന്നും ചോദിക്കാതെ തന്നെ തണുത്ത വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. വെള്ളം കുടിച്ച് ദാഹം മാറ്റിയ ശേഷം ആ വൃദ്ധൻ ശാന്തമായി പറഞ്ഞു, മോളെ, ഞാൻ മരണത്തിന്റെ ദൂതനാണ്. ഇന്ന് നിന്റെ ജീവൻ എടുക്കാനാണ് ഞാൻ വന്നത്. എന്നാൽ നിന്റെ ഉള്ളിലെ ദയ എൻ്റെ ഹൃദയത്തിൽ തൊട്ടു. അതുകൊണ്ട് ഞാൻ നിനക്കൊരു അവസരം നൽകുന്നു. ഇത്രയും പറഞ്ഞ് അദ്ദേഹം തൻ്റെ കയ്യിൽ നിന്നും ഒരു പുസ്തകം അവൾക്ക് നേരെ നീട്ടി. ഇത് നിന്റെ വിധിയുടെ പുസ്തകമാണ്. ഇതിലെ ഓരോ താളിലും എഴുതിയിരിക്കുന്നത് നിന്റെയും നിനക്ക് പരിചയമുള്ളവരുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ കുറച്ച് സമയത്തേക്ക് നിനക്ക് ഞാൻ ഈ പുസ്തകം നൽകാം. അതിൽ നീ എന്തെഴുതി ചേർക്കുന്നുവോ അത് യാഥാർത്ഥ്യമായി തീരും. അവളുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുടിച്ചു. തൻ്റെ ജീവിതം മാറ്റിമറിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് കൈവന്നിരിക്കുന്നത് എന്ന് അവൾ തിരിച്ചറിഞ്ഞു. എന്നാൽ പുസ്തകം തുറന്നപ്പോൾ ആദ്യത്തെ താളിൽ എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു: നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് ഉടൻ തന്നെ ഒരു വലിയ നിധി ലഭിക്കും. ഇത് വായിച്ചതും അവളുടെ ഉള്ളിലെ അസൂയ ഉണർന്നു. അവൾ ഉടൻ തന്നെ ആ വാചകം വെട്ടിക്കളഞ്ഞിട്ട് ഇങ്ങനെ എഴുതി: അവൾക്ക് ആ നിധി ലഭിക്കരുത്. അവൾ അടുത്ത താളിലേക്ക് നീങ്ങി. അതിലിങ്ങനെ എഴുതിയിരുന്നു: നിന്റെ അയൽവാസിയുടെ ഭർത്താവ് രാജാവിൻ്റെ പ്രധാന ഉപദേശകനായി നിയമിക്കപ്പെടും. അവൾക്കതും സഹിക്കാനായില്ല. വീണ്ടും അസൂയ അവളെ കീഴടക്കി. അവൾ അതും തിരുത്തി. അദ്ദേഹം ഒരിക്കലും രാജാവിൻ്റെ ഉപദേശകനാകരുത് എന്ന് എഴുതി ചേർത്തു. തുടർന്ന് വന്ന ഓരോ താളുകളിലും മറ്റുള്ളവർക്ക് ലഭിക്കാനിരുന്ന സൗഭാഗ്യങ്ങൾ അവൾ മായ്ച്ചു കളയുകയും പകരം അവർക്ക് ദൗർഭാഗ്യങ്ങൾ എഴുതി ചേർക്കുകയും ചെയ്തു. ഒടുവിൽ സ്വന്തം പേരുള്ള താളിൽ അവൾ എത്തിച്ചേർന്നു. അവൾ ഒരു നിമിഷം ആലോചിച്ചു, ഞാൻ എന്തെഴുതണം? ധാരാളം സമ്പത്തോ, അതോ ദീർഘായുസോ, അതോ സന്തോഷം നിറഞ്ഞ ജീവിതമോ? എന്നാൽ അവൾ പേനയെടുത്ത് എഴുതാൻ തുടങ്ങിയപ്പോഴേക്കും മരണത്തിന്റെ ദൂതൻ ആ പുസ്തകം അവളുടെ കയ്യിൽ നിന്ന് തിരികെ വാങ്ങി. നിന്റെ സമയം കഴിഞ്ഞു, ദൂതൻ ഗൗരവത്തോടെ പറഞ്ഞു. മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ ഇല്ലാതാക്കുന്ന തിരക്കിൽ നിനക്ക് വേണ്ടി നല്ലതൊന്നും എഴുതാൻ നിനക്ക് സമയം കിട്ടിയില്ല. അവൾ തന്റെ തെറ്റ് മനസ്സിലാക്കി കരഞ്ഞുവെങ്കിലും സമയം ഒരുപാട് വൈകിയിരുന്നു. മരണത്തിന്റെ ദൂതൻ അവളുടെ ആത്മാവിനെ കൊണ്ട് യാത്രയായി. നമ്മുടെ ജീവിതമൊക്കെ ഓരോ ദിവസവും ഒരു ഒഴിഞ്ഞ പുസ്തകത്തിലെ താള് പോലെയാണ്. അതിൽ നാം എന്തെഴുതുന്നു എന്നത് നമ്മുടെ മാത്രം തീരുമാനമാണ്. ആ താളുകളിൽ സ്നേഹവും നന്മയും എഴുതുന്നതിന് പകരം അസൂയയും വിദ്വേഷവും കൊണ്ട് നിറച്ചാൽ നമുക്ക് വേണ്ടി നല്ലതൊന്നും എഴുതാനുള്ള അവസരം എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകും. എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളും ഉണ്ട് എന്ന് യാക്കോബ് 3:16 പറയുന്നു. മറ്റുള്ളവരോടുള്ള അസൂയയും പിണക്കവും വൈരാഗ്യവും ചുമലിലേറ്റി ജീവിച്ചാൽ അവസാനം നമ്മുടെ ജീവൻ നഷ്ടമാകുമെന്നത് ഓർക്കേണ്ടിയിരിക്കുന്നു. ദുഷ്കർമ്മങ്ങളെയും അശുദ്ധ വികാരങ്ങളെയും ഒഴിവാക്കി നമ്മുടെ വിധിയുടെ പുസ്തകത്തിൽ സ്നേഹവും നന്മയും കരുണയും നിറച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മട്ടും പ്രതാപവും വിട്ടുപോയിടുമേ, സ്വത്തും സുഖങ്ങളും നഷ്ടമായിടുമേ, സ്വത്തും സുഖങ്ങളും നഷ്ടമായിടുമേ. അക്കരെ നാടതിൽ നിക്ഷേപമുണ്ടെങ്കിൽ സ്വർഗ കനാൻ വാസം എത്രയാനന്ദമേ, സ്വർഗ കനാൻ വാസം